ഇന്ന് ചേട്ടൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചേട്ടൻ കുറച്ചധികം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലിക്കുട്ടികളാണ്. അത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നപ്പോൾ പറഞ്ഞത് കുറച്ച് ഇതിന്നെടുത്ത് വറക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ മീൻ കൈമേലാക്കുന്നതിന് മുൻപായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കുപ്പിയിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു. കുറച്ച് റാഗിപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും അക്ഷയും കൂടിയിട്ട് നൈറ്റ് റാഗി വെച്ചിട്ടൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടിയാണ്. ഇതൊരു വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവർ നല്ല വൃത്തിയായി കഴുകി ഉണക്കി പൊടിച്ച് തരുന്നതൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും കുറുക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം ചേട്ടൻ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ഇതുപോലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിക്കാറുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വെളുത്തുള്ളി, അതുപോലെ തന്നെ മഞ്ഞൾ, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കരിഞ്ജീരകം, ഉലുവ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടാണ്ട് വെട്ടി തിളപ്പിക്കും. കുരുമുളകൊക്കെ ചേർക്കാറുണ്ട്. എന്നിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആദ്യം അത് കഴിക്കും. അതിന് ശേഷമാണ് ബാക്കി എന്ത് പരിപാടിയും ചെയ്യാറുള്ളൂ കേട്ടോ. മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ നന്നാക്കാനായിട്ട് ഭയങ്കര മെനക്കെടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു മീനിന്മേൽ ചെതമ്പലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നന്നാക്കാനായിട്ട് പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നൈറ്റ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയിൽ ഈ ഒരു മീൻ വറുത്തെടുക്കാമെന്ന്. സ്പെഷ്യൽ മസാല എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് റെഡ് കളറിലാണ് മീൻ വറുത്തെടുക്കാറുള്ളത്. ഇന്ന് കളറൊന്ന് മാറ്റി പിടിച്ച് പച്ചയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നു. മല്ലിയിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചു. അതിനുശേഷം നമ്മൾ മസാല പരട്ടണ പോലെ തന്നെ ഈ ഒരു മീനിലേക്ക് മസാല ഒക്കെ പരട്ടി പിടിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു അമ്മിളി പറ്റിയിടോ, അത് ഞാൻ അവസാനം പറയാവേ. മസാല പരട്ടിയ മീൻ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. മസാലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉള്ള ഒരു മസാലയായിരുന്നു. നല്ല സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 15 മിനിറ്റിന് ശേഷം ഫ്രൈ പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓരോ മീനുകളായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണേ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സ്മൂത്തി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സ്മൂത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ താഴത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. എന്തായാലും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച മീൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പച്ച കളറൊക്കെ ആയിട്ട്. പക്ഷെ പറ്റിയൊരു അമ്മുളി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീനിൽ തീരെ മസാല പിടിച്ചില്ല എന്നുള്ളതാണ്. മസാല ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. മീനിലൊട്ടും പിടിച്ചില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്മുളി പറ്റുന്നത് കേട്ടോ. എന്തായാലും ഇതൊരു പാഠമാക്കി എടുത്തു. ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി നാളേക്കുള്ള കടലയും വെള്ളത്തിലിട്ട് ഇന്നത്തെ കിച്ചൺ നമ്മൾ ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.